മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ പേര് മാർക്കറ്റിംഗ് മിക്സ് എന്നാണ്. സോ ഹെഡിങ് ആയിട്ട് കൊടുക്കുക മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ, സോ നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞുതരാം. നോക്കൂ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ മിക്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സെവറൽ ആക്ടിവിറ്റീസ് ആണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്തത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10, 100, 1000 ആക്ടിവിറ്റീസ് ആകാം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ബോർഡ്, അവരുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെക്കുമ്പോൾ ആ ബോർഡിൻ്റെ കളറ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ്, ഇതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പാർക്കിംഗ് ഏരിയയിൽ കൊടുക്കുന്ന ഫെസിലിറ്റി മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. എന്തിനേറെ പറയുന്നു, നമ്മളൊരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ ഷോപ്പിൻ്റെ ഡോറ് സെക്യൂരിറ്റി തുറന്നു തരുന്നുണ്ടെങ്കിൽ അതുപോലും അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. കാര്യം കസ്റ്റമേഴ്സിനെ അവർ അത്രത്തോളം നന്നായി ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കോമ്പിനേഷൻ അല്ലെങ്കിൽ മിക്സ് ഓഫ് സെവറൽ ആക്ടിവിറ്റീസ് ആണ്. അത് ഓക്കെ ആണല്ലോ, അത് ഫസ്റ്റ് ക്ലാസ് തൊട്ടേ ഞാൻ പറയുന്നതാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ല. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് ബിസിനസ്സുകാരൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം മാർക്കറ്റിംഗ് ആണ്. അതെന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ആക്ടിവിറ്റീസ് പറയാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ കോമ്പിനേഷൻ അല്ലെങ്കിൽ മിക്സ് ഓഫ് സെവറൽ ആക്ടിവിറ്റീസ് ആണ്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഈ മാർക്കറ്റിംഗ് മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമുക്ക് ഈ ബിസിനസ്സിൽ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന 100, 1000 ആക്ടിവിറ്റീസ് കാണും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഈ 100, 1000 ആക്ടിവിറ്റി നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനാണ് അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ആ ബിസിനസ്സിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു റെസ്റ്റോറൻറ്റിൽ സപ്ലയേഴ്സ് യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കണമെന്ന് നിയമമൊന്നുമില്ല. ചില റെസ്റ്റോറൻറ്റ് യൂണിഫോം ഉണ്ട്, ചിലയിടത്ത് യൂണിഫോം ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ യൂണിഫോമൊക്കെ ഇടുന്നിടത്ത് കുറച്ചൊരു അച്ചടക്കവും എന്താ പറയുക, നമുക്കൊരു കുറച്ചൊരു നല്ലൊരു പേര് കാണും. ആ ഒരു റെസ്റ്റോറൻറ്റിൽ അവരൊരു യൂണിഫോമൊക്കെ ഇട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബാക്കിലൊക്കെ എഴുതി വെച്ചിരുന്നാൽ നമുക്ക് തന്നെ ഓക്കെ ഒരു ഡിസിപ്ലിൻ തോന്നും. അതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ മിക്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സെവറൽ ആക്ടിവിറ്റീസാണ്. ആ പറയുന്ന 100 കണക്കിന് 1000 ആക്ടിവിറ്റീസിൽ ബിസിനസ്സുകാരൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുകയാണ്, മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന ഒരു കോൺസെപ്റ്റിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിങ്ങിനകത്ത് ആയിരക്കണക്കിന് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും മാർക്കറ്റിംഗ് മിക്സ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എന്താ, ഇറ്റ് റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഓൾ മാർക്കറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്ട്. മാർക്കറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് പറയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് 1000 കാര്യമൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ മാർക്കറ്റിംഗ് മിക്സിനകത്ത് പഠിക്കുന്നത്. സോ ഇറ്റ്സ് എ മിക്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് എഫേർട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിസോഴ്സസ് ആണ്. മാർക്കറ്റിംഗ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1000, 10,000 ഒന്നും പഠിക്കേണ്ട. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാർക്കറ്റിംഗ് എന്ന കോൺസെപ്റ്റിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ്സുകാരൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ തന്നെ ഓൾഡ് കോൺസെപ്റ്റും ഉണ്ട്, ന്യൂ കോൺസെപ്റ്റും ഉണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് മിക്സിനകത്ത് തന്നെ ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സും ഉണ്ട്, ന്യൂ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സും ഉണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. മാർക്കറ്റിംഗ് മിക്സ് പരീക്ഷയ്ക്ക് 1 മാർക്കിലാണ് ചോദിച്ചാലോ. സോ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓൾ മാർക്കറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്സ് ആണ്. എന്തിനു വേണ്ടിയാണ്? കസ്റ്റമേഴ്സിൻ്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ.
സോ നമ്മുടെ കസ്റ്റമേഴ്സ് മാക്സിമം സാറ്റിസ്ഫൈഡ് ആവുന്നതിന് വേണ്ടി എന്തൊക്കെ മാർക്കറ്റിംഗ് റിസോഴ്സസ് അല്ലെങ്കിൽ എന്തൊക്കെ മാർക്കറ്റിംഗ് എഫേർട്ട് വേണോ അതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുകയാണ്, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നതിന് വേണ്ടി എന്തെല്ലാം മാർക്കറ്റിംഗ് എഫേർട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിസോഴ്സസ് വേണോ അതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ്, അതിൻ്റെ ഒരു മിക്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, അത് 100 കണക്കിന് 1000 കാര്യങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. 1000 ആക്ടിവിറ്റീസ് തന്നെയാണ് മാർക്കറ്റിംഗ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ മാർക്കറ്റിംഗ് മിക്സിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തന്നെ നമുക്ക് ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സും ഉണ്ട്, ന്യൂ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സും ഉണ്ട്. ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സും ന്യൂ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സും ഉണ്ട്. എന്താണ് ഈ ഓൾഡും ന്യൂവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. രണ്ടിലും നമ്മൾ പരിഗണിക്കുന്ന എല്ലാം ഒരേ ആക്ടിവിറ്റീസൊക്കെ തന്നെ. ഓൾഡ് കോൺസെപ്റ്റ് ആയാലും ന്യൂ കോൺസെപ്റ്റ് ആയാലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏകദേശം ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓൾഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 7 P's എന്ന് പറയും. അതായത് പി എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ ആരംഭിക്കുന്ന 7 കാര്യങ്ങളാണ് ഓൾഡ് കോൺസെപ്റ്റ് പഠിക്കുന്നത്. ഒരിക്കൽ കൂടെ മനസ്സിലാക്കി വെക്കുക, ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റർ പി എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 7 കാര്യങ്ങളാണ് ഓൾഡ് കോൺസെപ്റ്റിനകത്ത് വരുന്നത്. ന്യൂ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 4 C's ആണ്. ഇംഗ്ലീഷ് ലെറ്റർ സി എന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 കാര്യങ്ങളാണ് ന്യൂ കോൺസെപ്റ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചോണേ. ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ 7 P's ആണ്. ന്യൂ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ 4 C's ആണ്. ഈ 7 P's എന്ന് പറയുന്നതും ഈ 4 C's എന്ന് പറയുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് മുഴുവനും ശ്രദ്ധിച്ചിരിക്കണം. 7 P's എന്ന് പറയുന്നതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ 4 C'സിനകത്തും വരുന്നത്. എന്നാൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിയിലെ വ്യത്യാസമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓൾഡ് ന്യൂവും ഒന്നാണെന്ന് തോന്നും. പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഓൾഡ് കോൺസെപ്റ്റും ന്യൂ കോൺസെപ്റ്റും ഒക്കെ ഒരേ കാര്യമാണല്ലോ എന്നാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. രണ്ടിലും പറയുന്നത് ഒരേ കാര്യത്തിനെ പറ്റിയാണെങ്കിലും അതിനകത്ത് വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോണേ, ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ഓൾഡ് കോൺസെപ്റ്റിനകത്ത് പ്രൊഡ്യൂസേഴ്സ് കാര്യങ്ങൾ തീരുമാനിക്കും. അവരുടെ മനസ്സിൽ അവരുടെ ഈ കാര്യങ്ങളെല്ലാം, അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന പോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്നാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ വിചാരം. അപ്പോൾ ഈ ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സിൽ പ്രൊഡ്യൂസേഴ്സ് ചിന്തിക്കുന്ന എങ്ങനെയാണ്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന പോലത്തതാണ്. സോ അതുകൊണ്ട് അത് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടും എന്ന രീതിയിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെൻറ്റൻസ് ആണ്. ഓൾഡ് കോൺസെപ്റ്റിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചോണേ, അവരെടുക്കുന്ന എല്ലാ ഡിസിഷൻസും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കുന്നത് അവരുടെ ഡിസിഷൻസ് എല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടമായിരിക്കും. ആ രീതിയിലാണ് ഓൾഡ് കോൺസെപ്റ്റ്. ന്യൂ കോൺസെപ്റ്റ് അങ്ങനല്ല. ന്യൂ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടേ പ്രൊഡ്യൂസേഴ്സ് ഡിസിഷൻ എടുക്കൂ. ഇത് രണ്ടും രണ്ടാണ്. കേൾക്കുമ്പോൾ തോന്നും, എടാ പുങ്ക, ഇത് രണ്ടും ഒന്നല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കും ഇത് രണ്ടും നീ ഒന്നല്ലേ പറയുന്നതെന്ന്. പക്ഷെ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഓൾഡ് കോൺസെപ്റ്റിൽ, ഒന്നുകൂടെ കേട്ടോണേ, ഒരു വട്ടം കൂടെ കേട്ടോണേ, ഓൾഡ് കോൺസെപ്റ്റിൽ പ്രൊഡ്യൂസേഴ്സ് ഡിസിഷൻ എടുക്കുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടി തന്നെയാണ്. അവരുടെ വിചാരം അവരെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടമാകും. അവർ കസ്റ്റമേഴ്സിനെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നതൊന്നുമില്ല. ഓൾഡ് കോൺസെപ്റ്റിലും കസ്റ്റമർ തന്നെയാണ് കിങ്. എടോ, ഓൾഡ് കോൺസെപ്റ്റിൽ പ്രൊഡ്യൂസേഴ്സ് അഹങ്കാരം കാണിക്കുകയല്ല, ഞങ്ങളങ്ങ് തീരുമാനിക്കും, നിങ്ങളങ്ങ് ഇഷ്ടപ്പെട്ടാൽ മതി. ആ കോൺസെപ്റ്റ് അല്ല. ഓൾഡ് കോൺസെപ്റ്റിൽ അവരുടെ വിചാരം എന്താണ്, നമ്മൾ ഈ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന പോലത്തെയാണല്ലോ, അപ്പോൾ അവർക്ക് ഇഷ്ടമാകുമായിരിക്കും എന്ന രീതിയിലാണ് ഓൾഡ് കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്നാൽ ന്യൂ കോൺസെപ്റ്റ് അങ്ങനല്ല. ആദ്യം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം മനസ്സിലാക്കും, എന്നിട്ട് മാത്രമേ തീരുമാനമെടുക്കൂ. ഇത് ഞാൻ ഒരു ലൈവ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ വീട്ടുകാർ, പേരൻസ്
നിങ്ങൾക്കൊരു ഡ്രസ്സ് എടുക്കുവാണ്, ഓണത്തിനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി പേരൻസ് ഡ്രസ്സ് എടുക്കുവാണ്. നിങ്ങളെ കൊണ്ടുപോകാതെ നിങ്ങൾക്ക് വേണ്ടി ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് അവരങ്ങ് സെലക്ട് ചെയ്യുവാണ്, അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർ മനസ്സിൽ കാണുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും എല്ലാം മനസ്സിലാക്കി, നിങ്ങളുടെ ഫേവറേറ്റ് കളറും ഡിസൈനും ഷേപ്പും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പോലത്തെ ഡ്രസ്സാണ് എടുത്തത്. അപ്പോൾ അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുമായിരിക്കും എന്ന് വിചാരിച്ചാണ് എടുത്തത്. ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആ ഡിസിഷൻ ഫെയിലിയർ ആയി പോകും. കാര്യം അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കുന്നത് അവരുടെ ഡിസിഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുമായിരിക്കും. ഇത് അടിച്ചേൽപ്പിക്കലല്ല, ഞാൻ എടുത്ത ഡ്രസ്സ് നീ അങ്ങ് ഇട്ടാൽ മതി എന്നല്ല അച്ഛൻ പറയുന്നത്, അമ്മ പറയുന്നത്. അവർ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി എടുത്തതാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇഷ്ടപ്പെടാതെ വരാം. ആ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ന്യൂ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം തന്നെ അങ്ങ് നടത്തുവാണ്. നിങ്ങൾ തന്നെ അങ്ങ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിക്കോ, നിങ്ങളെ കൂടെ കൊണ്ടുപോകും, എന്നിട്ട് പറയുവാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോ. അപ്പോൾ അവിടെ പിന്നെ തർക്കം വരുന്നില്ലല്ലോ. ഈ ഒരു കോൺസെപ്റ്റാണ് സത്യത്തിൽ ഈ ഓൾഡ് മാർക്കറ്റിംഗ് മിക്സും ന്യൂ മാർക്കറ്റിംഗ് മിക്സിൻ്റെയും വ്യത്യാസം. അപ്പോൾ ഓൾഡ് മാർക്കറ്റിംഗ് മിക്സിലും ന്യൂ മാർക്കറ്റിംഗ് മിക്സിലും സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഓൾഡിൽ പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവരെടുക്കുന്ന എല്ലാ ഡിസിഷൻസും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന പോലാണ്. അതുകൊണ്ട് തന്നെ ഓൾഡ് കോൺസെപ്റ്റിൽ പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡിസിഷൻ എല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടമാകുമായിരിക്കും. അങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ന്യൂ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അങ്ങനല്ല. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് മാത്രമേ പ്രൊഡ്യൂസേഴ്സ് തീരുമാനമെടുക്കൂ. ഇതാണ് വ്യത്യാസം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം ഓൾഡ് കോൺസെപ്റ്റ് നോക്കാം. ഓൾഡ് കോൺസെപ്റ്റിൽ 7 P's ആണ് പ്രൊഡ്യൂസേഴ്സ് പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് 7 കാര്യങ്ങളിലാണ്. ആ 7 കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ 7 കാര്യങ്ങളിലും എടുക്കുന്ന ഡിസിഷൻ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലത്തതാണെന്നാണ് അവരെപ്പോഴും ധരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എടുക്കുന്ന ഡിസിഷൻ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നുണ്ടാകും എന്ന ധാരണയെ തന്നെയാണ് അവർ തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഇവിടെ അടിച്ചേൽപ്പിക്കൽ ഇവിടെയും ഇല്ല. അപ്പോൾ ഏതൊക്കെയാണ് ഓൾഡ് കോൺസെപ്റ്റിലെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ? പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രമോഷൻ, പേസ്, പാക്കേജിംഗ്, പൊളിറ്റിക്സ്. ഇതാണ് 7 കാര്യങ്ങൾ. പ്രോഡക്റ്റ് മിക്സ്, പ്ലേസ് മിക്സ്, പ്രൈസ് മിക്സ്, പ്രമോഷൻ മിക്സ്, പേസ് മിക്സ്, പാക്കേജിംഗ് മിക്സ്, പൊളിറ്റിക്സ് മിക്സ്. ഈ 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രൊഡ്യൂസേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ പ്രോഡക്റ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഷേപ്പ്, ഡിസൈൻ, സ്റ്റൈല്, ബ്രാൻഡ്, പാക്കേജ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ കീപ്പ് ചെയ്യും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് മനസ്സിൽ കാണുന്ന എന്താണ്? നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് ഇഷ്ടമാകുമായിരിക്കും. സോ പ്രൊഡ്യൂസേഴ്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഡിസിഷൻസ് എല്ലാം കസ്റ്റമർക്ക് താല്പര്യമുള്ളതായിരിക്കും. ആ രീതിയിലാണ് പ്രോഡക്റ്റ് മിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് പ്രൈസ് മിക്സ്. പ്രൈസ് മിക്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് എന്ന രീതിയിൽ ഒരു പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യും. പ്രൊഡ്യൂസേഴ്സ് കസ്റ്റമേഴ്സിന് ഓക്കെ ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഈ പ്രൈസ് മിക്സിനകത്ത് വരുന്നത്. അടുത്തത് പ്ലേസ് മിക്സ്. പ്ലേസ് മിക്സ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. കസ്റ്റമർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് തോന്നുന്നൊരിടത്ത് പ്രൊഡ്യൂസർ ഈ പ്രോഡക്റ്റ് കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ എല്ലാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രോഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, പ്ലേസ് മിക്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രൊഡ്യൂസർ എടുക്കുന്ന ഡിസിഷൻ പുള്ളിക്കാരൻ്റെ വിചാരം ഇത് കസ്റ്റമർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ്, കസ്റ്റമർക്ക് ഇഷ്ടമാകും എന്ന രീതിയിലാണ് ഈ ഓൾഡ് കോൺസെപ്റ്റിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് മിക്സിലെ തീരുമാനം എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കണം, ഡിസൈൻ എങ്ങനെ ആയിരിക്കണം, സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം, കളർ എന്തായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ മനസ്സിലെന്താ? ഇതെല്ലാം കസ്റ്റമർക്ക് ഇഷ്ടമാകും. പ്രൈസ് കസ്റ്റമറുടെ, അതായത് കസ്റ്റമർക്ക് ഇഷ്ടമാകുന്ന പോലത്തെ ഒരു പ്രൈസാണ് താൻ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രൊഡ്യൂസറുടെ ധാരണ. അതാണ് ഈ പ്രൈസിൻ്റെ കാര്യം. ദെൻ പ്ലേസ്, കസ്റ്റമർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ പ്ലേസിലാണ് താനിത് കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് പ്രൊഡ്യൂസർ ബിഹേവ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രമോഷൻ. പ്രമോഷൻ അറിയാമല്ലോ, അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമറെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്രമോഷനാണ് തങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 P എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക,
പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക, പ്ലേസ് അതായത് എവിടെയാണ് വിൽക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക, ദെൻ പ്രൊമോഷൻ. അടുത്തത് പേസ് ആണ്. പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര സ്പീഡിലാണ് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ മഴയെല്ലാം മാറിയതിന് ശേഷം കൂടെ എത്തിയിട്ട് കാര്യമില്ലല്ലോ, മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് തന്നെ കൂടെ എത്തണ്ടേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കസ്റ്റമർക്ക് എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം, ഒരു പരിധി വരെ ടൈമാണ്, ശരിക്കും പറഞ്ഞാൽ ടൈം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പേസ് എത്ര സ്പീഡിലാണ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാക്കേജിങ്. പ്രോഡക്റ്റിൻ്റെ പാക്കേജ് എങ്ങനെ ആയിരിക്കണം, അതിനിതാ ഇത് നോക്കി വെച്ചോ, AIDAS ഫോർമുല. ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ മനസ്സിൽ വെച്ചിരിക്കേണ്ടുന്ന ഒരു ഇക്വേഷനാണ് AIDAS. AIDAS എന്ന് പറഞ്ഞാൽ A ഫോർ അട്രാക്റ്റീവ് ആയിരിക്കണം, I ഫോർ ഇൻട്രസ്റ്റ് തോന്നണം, ആ ഒരു പാക്കേജ് കണ്ടാൽ അട്രാക്റ്റീവ് ആയിരിക്കണം, നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നണം, ഡിസയർ ഒരു വല്ലാത്തൊരു ആഗ്രഹം, ഇത് കൊള്ളാലോ നല്ല കളർഫുള്ളാണ്, നമ്മൾ അതിനകത്തോട്ട് അട്രാക്റ്റ് ചെയ്യണം, നമ്മൾ അതിലൊരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യണം, ഒരു ഡിസയർ ഉണ്ടാവണം. ദെൻ ആക്ഷൻ, നമുക്കത് വാങ്ങാൻ തോന്നണം, നമ്മളത് വാങ്ങണം. ലാസ്റ്റ് നമുക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുമ്പോൾ AIDAS ഫോർമുല കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. AIDAS എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ഉണ്ടാവണം, ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കണം, ഡിസയർ ഉണ്ടാവണം, നമ്മളത് വാങ്ങണം, ആക്ഷൻ നമ്മളത് വാങ്ങണം, ദെൻ ഫൈനലി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അടുത്തത് പൊളിറ്റിക്സ് മിക്സ്. അത് ഗവൺമെൻറ് പോളിസിയൊക്കെയാണ്, ടാക്സേഷൻ പോളിസി, പ്രൈസിങ് പോളിസി, മറ്റ് പോളിസീസാണ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു 7 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് 7 P's. ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ? പ്രോഡക്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കണം, പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടണം. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഈ ഓൾഡ് കോൺസെപ്റ്റാണ്, ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങളും ഓൾഡ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റിൽ കസ്റ്റമറെ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്, കസ്റ്റമർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ പ്രൊഡ്യൂസറുടെ ഈ ഡിസിഷൻസ് എല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്ടമാകുമായിരിക്കും എന്ന രീതിയിലാണ് ഓൾഡ് കോൺസെപ്റ്റ് പറയുന്നത്. പ്രൊഡ്യൂസർ വിചാരിക്കുന്നത് ഈ ഒരു സ്റ്റൈൽ ഇറക്കിയാൽ എന്താ അവർക്ക് ഇഷ്ടപ്പെടും, ഈ ഒരു പാക്കേജൊക്കെ മതി, ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ശരിക്കും അവരെ അടിച്ചേൽപ്പിക്കുമല്ല, അവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഡിസിഷൻ എല്ലാം എടുക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ഓൾഡ് കോൺസെപ്റ്റിൽ അത് പരാജയപ്പെട്ടു പോവാം. ഡ്രസ്സിൻ്റെ കേസ് പറഞ്ഞില്ലേടോ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് മര്യാദയ്ക്ക് നീ ഇതിട്ടോണം എന്നല്ല പറയുന്നത്. മകന് അല്ലെങ്കിൽ മകൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അവർ ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നത്. പക്ഷെ പറയാൻ പറ്റത്തില്ല, അവിടെ കൊണ്ടുവരുമ്പോഴായിരിക്കും പറയുന്നത് അയ്യോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടുന്നത്? ആ ആളെയും കൊണ്ടങ്ങ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവുക, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കോളാൻ പറയുക. അതാണ് ന്യൂ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റിൽ പ്രൊഡ്യൂസർ ഏറ്റവും ശ്രദ്ധ കൊടുക്കുന്നത് പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ, പ്രൈസിൻ്റെ കാര്യത്തിൽ, ദെൻ പ്ലേസ് എവിടെ വിൽക്കണം സ്ഥലം, ദെൻ പ്രൊമോഷൻ, പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം തന്നെയാണോ, ഏത് സമയത്ത് പ്രോഡക്റ്റ് എത്തിക്കണം. ഇപ്പോൾ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞിട്ട്, അതായത് ഓണക്കാലത്ത് ക്രിസ്മസ് കാർഡും ക്രിസ്മസിന് ഓണപ്പൂവിൻ്റെ കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിനൊക്കെ ഓരോ സമയമില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പാക്ക് ചെയ്യുമ്പോൾ AIDAS ഫോർമുല ഓർത്ത് വെച്ചോണം, ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. AIDAS അട്രാക്റ്റീവ് ആയിരിക്കണം, ഇൻട്രസ്റ്റ് തോന്നണം, ഡിസയർ തോന്നണം, ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളത് വാങ്ങണം, നമ്മൾ ആക്ട് ചെയ്യണമെന്ന്, ദെൻ ഫൈനലി സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ദെൻ ഗവൺമെൻറ് പൊളിറ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഓൾഡ് കോൺസെപ്റ്റ്. ഇനി ഇതിനകത്ത് ന്യൂ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 4 C's ആണ്. ഇവിടെ പറയുന്നുണ്ട് കസ്റ്റമറാണ് പ്രൈമറി ഫോക്കസ്. നോക്കൂ, മോഡേൺ കോൺസെപ്റ്റിനകത്ത് കസ്റ്റമറുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടേ പ്രൊഡ്യൂസേഴ്സ് ഡിസിഷൻ എടുക്കത്തുള്ളൂ. കസ്റ്റമറാണ് കിങ്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിനെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കുവാണ്, അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ, പഴയ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഓൾഡ് കോൺസെപ്റ്റിലെ പ്രോഡക്റ്റ് മിക്സ്, ആ പ്രോഡക്റ്റ് മിക്സ് ഇവിടെ കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ് ആയിട്ട് മാറും. അതാണ് ഈ വേഴ്സസ് പ്രോഡക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ് വേഴ്സസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ കോൺസെപ്റ്റിലെ പ്രോഡക്റ്റ് മിക്സ് ആണ് ഇവിടെ കസ്റ്റമറുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് ആകുന്നത്.
നോക്കൂ, പ്രോഡക്റ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം കസ്റ്റമറുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ തിരിഞ്ഞു വരുവിടോ. ഇവിടെ ഓൾഡ് കോൺസെപ്റ്റ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൾഡ് കോൺസെപ്റ്റിൽ കസ്റ്റമറെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അവരുടെ മുൻപിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ പ്രൊഡ്യൂസറുടെ വിചാരം കസ്റ്റമേഴ്സിന് അതൊക്കെ ഇഷ്ടമാകുമായിരിക്കും. ആ ഒരു രീതിയിലാണ് ഓൾഡ് കോൺസെപ്റ്റ്. എന്നാൽ ന്യൂ കോൺസെപ്റ്റ് അങ്ങനല്ല. ന്യൂ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കസ്റ്റമറുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കും. എന്നിട്ട് അതനുസരിച്ച് മാത്രമേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യൂ. സോ ഇവിടെ പ്രോഡക്റ്റിനല്ല, കസ്റ്റമറുടെ വാണ്ട്സ് ആൻഡ് നീഡ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഹെഡിങ്ങിൽ കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ് വേഴ്സസ് പ്രോഡക്റ്റ് എന്ന് കിടക്കുന്നത്. പ്രോഡക്റ്റിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, കസ്റ്റമറുടെ ആഗ്രഹത്തിനാണ് പ്രാധാന്യം. അത് മനസ്സിലാക്കിയിട്ട് അതുപോലത്തെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ന്യൂ കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, കസ്റ്റമർക്ക് ഇഷ്ടമാകുന്ന ഒരു പ്രൈസിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന് പകരം കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസ് നേരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് സെറ്റ് ചെയ്യുക. മനസ്സിലായില്ല? ശ്രദ്ധിച്ച് കേട്ടോണേ. ഓൾഡ് കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മളൊരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 8 രൂപയായി. സോപ്പിൻ്റെ പ്രൊഡക്ഷൻ 8 രൂപയായി. 2 രൂപ ലാഭവും കൂടെ ചേർത്ത് 10 രൂപ ഇടുമ്പോൾ നമ്മുടെ മനസ്സിൽ 10 രൂപയൊക്കെ കസ്റ്റമർക്ക് ഓക്കെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഓൾഡ് കോൺസെപ്റ്റ്. പ്രൈസ് മിക്സ് കുഴപ്പമൊന്നുമില്ല, 10 രൂപയല്ല, അത് കുഴപ്പമില്ല. പക്ഷേ 10 രൂപയുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും കസ്റ്റമർ 9 രൂപയാണെങ്കിൽ ഓക്കെ എന്ന രീതിയിൽ നിൽക്കുകയാണ് അവിടെ. മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് 10 ഒന്നും പറ്റത്തില്ല, വല്ല 9 രൂപയാണെങ്കിൽ ഓക്കെയാണ്. നോക്കൂ, കസ്റ്റമർ വാങ്ങാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന പ്രൈസ് മനസ്സിലാക്കി അതനുസരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മിടുക്കുണ്ടാവണം. അതാണ് ഈ പറയുന്നത് കോസ്റ്റ് ടു സാറ്റിസ്ഫൈ. നമ്മളെ സംബന്ധിച്ച് കസ്റ്റമർ എന്ത് പ്രൈസിനാണ് വാങ്ങാൻ താല്പര്യം കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം ഈ പറയുന്ന പ്രൊഡ്യൂസർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡിയാക്കി എടുക്കാൻ. അല്ലാതെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തോന്നിയ പോലെ ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് ഇട്ടിട്ട് കസ്റ്റമർ അത് വാങ്ങിക്കോളുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഓൾഡ് കോൺസെപ്റ്റിൽ പ്രൈസിനല്ല കോസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ പ്രൈസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ്, കൺവീനിയൻസ് ടു ബൈ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കസ്റ്റമർക്ക് വാങ്ങാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസ് ടു ബൈ അല്ല, കൺവീനിയൻസ് ടു ബൈ ആണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഏരിയയിൽ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്താ, ഇവിടെ നിങ്ങൾക്ക് വന്ന് വാങ്ങാമല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം കസ്റ്റമർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ പ്ലേസിൽ പ്രോഡക്റ്റ് എത്തണം. സത്യം പറഞ്ഞാൽ അത് ഇന്ന് കസ്റ്റമറുടെ വീടാണ്. നമുക്ക് ഏറ്റവും ആഗ്രഹം ഇന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ പ്രോഡക്റ്റ് എത്തണം. അവിടുന്നാണ് ഈ പറയുന്ന ഹോം ഡെലിവറി സിസ്റ്റം വന്നത്. ഈ പറയുന്ന ആമസോണും ഫ്ലിപ്കാർട്ടും തുടങ്ങി നമ്മുടെ വീട്ടിൽ ഏറ്റവും അടുത്തുള്ള കടക്കാരൻ വരെ ഇന്ന് ഹോം ഡെലിവറി ഉണ്ട്. കാര്യം എന്താ, നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിനകത്ത് പ്രോഡക്റ്റ് കിട്ടിയാൽ അത്രയും സന്തോഷം. അത് ഫുഡ് പ്രോഡക്റ്റ് അടക്കം സ്വിഗ്ഗി, സൊമാറ്റോ കേട്ടിട്ടില്ലേ? ഇവരെല്ലാവരും വിജയിക്കാനുള്ള കാര്യം എന്താണ്? ഇന്ന് നമ്മളെല്ലാവരും വീട്ടിനകത്തിരുന്ന് സ്വന്തം വീട്ടിൽ പ്രോഡക്റ്റ് കിട്ടിയാൽ അത്രയും നല്ലത്. അതാണ് ഈ കൺവീനിയൻസ് ടു ബൈ. സോ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട പ്ലേസിൽ കൊണ്ട് വെക്കുന്നതിന് പകരം അവർക്ക് ഏറ്റവും ആഗ്രഹമുള്ള പ്ലേസ് മനസ്സിലാക്കി അവിടേക്ക് എത്തിക്കുക. അതായത് പ്രൊഡ്യൂസർ ഒരു പ്ലേസ് കണ്ടെത്തി അവിടെ കൊണ്ട് വെക്കും. ഈ ഒരു പ്ലേസ് കസ്റ്റമർക്ക് ഓക്കെ ആയിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കസ്റ്റമർ ഏറ്റവും ആഗ്രഹിക്കുന്ന പ്ലേസ് സത്യം പറഞ്ഞാൽ ഇന്ന് വീടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഹോം ഡെലിവറി. ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ആമസോൺ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, നമുക്ക് ആവശ്യമുള്ളതെല്ലാം വീട്ടിൽ കിട്ടുക, പുറത്തിറങ്ങണ്ട, ഒരു കാര്യത്തിനും പുറത്തിറങ്ങരുത്, എല്ലാം വീട്ടിനകത്ത് കിട്ടുക. അതാണ് നമ്മൾ ഈ പറയുന്ന ആമസോൺ പോലെയുള്ളതൊക്കെ ഇത്രയും വിജയിച്ചത്. ഓക്കെ, അപ്പോൾ പുതിയ കോൺസെപ്റ്റ് അനുസരിച്ച് കൺവീനിയൻസ് ടു ബൈ, അതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പ്രമോഷൻ അല്ല കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. പ്രൊഡ്യൂസർ അയാൾക്ക് തോന്നുന്ന കണക്ക് കുറേ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് കസ്റ്റമറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. പ്രൊമോട്ട് ചെയ്യുന്നതിനകത്തല്ല, കസ്റ്റമറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്താണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് 4 പുതിയ കോൺസെപ്റ്റ്. അപ്പോൾ പഴയ കോൺസെപ്റ്റിലെ പ്രോഡക്റ്റും പ്രൈസും പ്ലേസും
പ്രൊമോഷനും തന്നെയാണ് പുതിയ കോൺസെപ്റ്റിൽ മാറി വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നു, പ്രൊഡ്യൂസർ എടുക്കുന്ന ഡിസിഷൻ എല്ലാം കസ്റ്റമർക്ക് ഓക്കെ ആയിരിക്കും എന്ന രീതിയിലാണ് പ്രോഡക്റ്റിൻ്റെ കാര്യവും പ്രൈസിൻ്റെ കാര്യവും പ്ലേസിൻ്റെ കാര്യവും പ്രൊമോഷൻ്റെ കാര്യവും പേസിൻ്റെ കാര്യവും പാക്കേജിൻ്റെ കാര്യവും പൊളിറ്റിക്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രൊഡ്യൂസർ വിചാരിക്കുന്നത് നമ്മുടെ ഈ ഡിസിഷൻ കസ്റ്റമർക്ക് ഓക്കെ ആയിരിക്കും. എന്നാൽ ന്യൂ കോൺസെപ്റ്റ് വരുമ്പോൾ അവിടെ പ്രോഡക്റ്റിനല്ല പ്രാധാന്യം, കസ്റ്റമറുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കുന്നതിലാണ്. പ്രൈസിനല്ല പ്രാധാന്യം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നതിലാണ്. ദെൻ പ്ലേസിനല്ല പ്രാധാന്യം, കൺവീനിയൻസ് ടു ബൈക്കാണ് പ്രാധാന്യം. പ്രൊമോഷൻ അല്ല പ്രാധാന്യം, കമ്മ്യൂണിക്കേഷൻ വേണ്ടിയാണ് പ്രാധാന്യം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ന്യൂ കോൺസെപ്റ്റിൽ പറയുന്നത് പ്രൊഡ്യൂസർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട് വേണം. അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കസ്റ്റമറെ മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡ്യൂസർ എല്ലാ തീരുമാനവും എടുക്കാൻ. അപ്പോൾ 7 P's എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾഡ് കോൺസെപ്റ്റാണ്. 4 C's എന്ന് പറയുന്നത് ന്യൂ കോൺസെപ്റ്റാണ്. 7 P'സിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പേസ്, പാക്കേജിങ്, പൊളിറ്റിക്സ്. 4 C'സിനകത്ത് 4 C's എന്ന് പറയുന്നത് കുറേ കെട്ടലാണ്. കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ്, അങ്ങനെ കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ്, കോസ്റ്റ്, കൺവീനിയൻസ് ടു ബൈ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 4 C അങ്ങ് ഒപ്പിച്ചതാണ് അവർ. കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ്, കോസ്റ്റ് ടു സാറ്റിസ്ഫൈ, കൺവീനിയൻസ് ടു ബൈ, കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എല്ലാം തന്നെയും കസ്റ്റമർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് കോൺസെപ്റ്റും ന്യൂ കോൺസെപ്റ്റും. കാര്യം സെയിം തന്നെയാണ്, പക്ഷേ വ്യൂ പോയിൻ്റ്, പ്രൊഡ്യൂസറുടെ വ്യൂ പോയിൻറ്റിനകത്ത് വ്യത്യാസമുണ്ട്. ഇതാണ് നിങ്ങൾ മാർക്കറ്റിംഗ് മിക്സ് ചോദിച്ചാൽ എഴുതേണ്ടുന്ന 7 P'സും 4 C'സും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈ പറയുന്ന പ്രോഡക്റ്റ് ആയാലും പ്രൈസ് ആയാലും പ്ലേസ് ആയാലും പൊളിറ്റിക്സ് ആയാലും അത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആയാലും എന്തോ ആയിക്കോട്ടെ, ഓൾഡ് ഓർ ന്യൂ, ഓൾഡ് കാര്യങ്ങളായാലും ന്യൂ കാര്യങ്ങളായാലും എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. നമ്മൾ ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് മിക്സിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻറ്റേർണൽ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കൂ, എന്തൊക്കെയാണ് ഇൻറ്റേർണലി നമുക്ക് തീരുമാനിക്കാവുന്നത്, ബിസിനസ്സിനകത്ത് തന്നെ തീരുമാനിക്കാവുന്ന കാര്യങ്ങൾ? ഒന്ന്, പ്രോഡക്റ്റ് പ്ലാനിങ്. നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് നാട്ടുകാരോട് ചോദിക്കുകയൊന്നും വേണ്ട, കസ്റ്റമറുടെ ഇഷ്ടമെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ലെക്സ് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ കമ്പനി തന്നെയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ വേറെ ആർക്കും അതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല, അവരുടെ കൺട്രോളിലാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ഫാക്ടറാണ്. പ്രൈസ്, തീർച്ചയായിട്ടും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്, അതൊരു ഇൻറ്റേർണൽ ഫാക്ടറാണ്. ബ്രാൻഡിങ്, പേഴ്സണൽ സെല്ലിങ്, ഇതെല്ലാം ഇൻറ്റേർണലാണ്, ബിസിനസ് തന്നെ തീരുമാനിക്കുന്നതാണ്. സെയിൽസ് പ്രൊമോഷൻ, പ്ലേസ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് റിസർച്ച്, ദെൻ ഇൻറ്റേർണൽ കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങൾ ബിസിനസ്സിനകത്ത് തന്നെ ബിസിനസ്സാണ് തീരുമാനിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് പ്ലാനിങ് എങ്ങനെയാണ്, പ്രൈസ്, ബ്രാൻഡിങ്, പേഴ്സണൽ സെല്ലിങ് കാര്യങ്ങൾ, സെയിൽസ് പ്രൊമോഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് റിസർച്ച്, ദെൻ ഇൻറ്റേർണൽ കോർഡിനേഷൻ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ബിസിനസ്സിനകത്ത് ഇൻറ്റേർണലി തീരുമാനിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ് കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയർ. അത് നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്, അത് ബിസിനസ്സിൻ്റെ കൺട്രോളിലല്ല, ഒരു പരിധി വരെയൊക്കെ ബിസിനസ്സിനത് പിടിച്ചു നിർത്താൻ പറ്റും. ദെൻ ട്രേഡേഴ്സ് ബിഹേവിയർ. ട്രേഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് എ പ്രൊഡ്യൂസർ അയാൾക്ക് ഹോൾസെയിലറും റീറ്റെയിലറും എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. ആസ് എ പ്രൊഡ്യൂസർ പുള്ളിക്കാരൻ്റെ ഇൻ്റർമീഡിയറീസ് ഉണ്ടല്ലോ, ഹോൾസെയിലറും റീറ്റെയിലറും ഏജൻറ്റുമാരും ഒക്കെ, അവരുടെ ബിഹേവിയർ നമ്മുടെ കൺട്രോളിന് പുറത്താണ്. കോമ്പറ്റീഷൻ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബിഹേവിയർ നമ്മുടെ കൺട്രോളിന് പുറത്താണ്. ദെൻ ഗവൺമെൻറ്. അപ്പോൾ കസ്റ്റമർ, ഇൻ്റർമീഡിയറി, കോമ്പറ്റീറ്റർ, ഗവൺമെൻറ്, ഈ 4 ആളുകളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൺട്രോളിന് പുറത്താണ്. ഒരു പരിധിക്കപ്പുറം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ കാര്യവും പ്രൈസിൻ്റെ കാര്യവും പ്ലേസിൻ്റെ കാര്യവും പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയും ബിസിനസ്സിന് തന്നെ കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇനി ഇതിനകത്ത് ഒരു ടോപ്പിക്കിനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഈ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് എഴുതിയാൽ മതി. കാര്യം മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് മെയിനായിട്ട് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഇമ്പോർട്ടൻസും വരുന്നത്. ഓക്കെ,
സോ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്സ് ആണ്. എന്തിനു വേണ്ടിയാണ്? ടു സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഓക്കെ, മാർക്കറ്റിംഗ് മിക്സ് തന്നെ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്, ഓൾഡ് കോൺസെപ്റ്റും ന്യൂ കോൺസെപ്റ്റും. ഓൾഡ് കോൺസെപ്റ്റിൽ 7 P's ആണ്, ന്യൂ കോൺസെപ്റ്റിൽ 4 C's ആണ്. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഓൾഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എടുക്കുന്ന എല്ലാ ഡിസിഷനും കസ്റ്റമറെ ഇഷ്ടപ്പെടുത്താൻ തന്നെയാണ്. പക്ഷേ പ്രൊഡ്യൂസർ വിചാരിക്കുന്നത് അവരുടെ തീരുമാനങ്ങളെല്ലാം കസ്റ്റമർക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്താ ന്യൂ കോൺസെപ്റ്റ്? ന്യൂ കോൺസെപ്റ്റിൽ കസ്റ്റമറുടെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഡിസിഷൻസ് എടുക്കത്തുള്ളൂ. എന്തൊക്കെയാണ് 7 P'സിൽ അവർ ഡിസൈഡ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കണം, പ്രൈസ് എന്തായിരിക്കണം, പ്ലേസ് എങ്ങനെ ആയിരിക്കണം, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എങ്ങനെ ആയിരിക്കണം, പേസ് അല്ലെങ്കിൽ ടൈം ഓഫ് അറൈവൽ, പ്രോഡക്റ്റ് എപ്പോഴാണ് മാർക്കറ്റിൽ എത്തിക്കേണ്ടത്, പാക്കേജ് എങ്ങനെ പാക്ക് ചെയ്യണം, ദെൻ പൊളിറ്റിക്കൽ മിക്സ്, ഗവൺമെൻറ്റിൻ്റെ പോളിസിയോട് എങ്ങനെ റിയാക്ട് ചെയ്യണം. എന്താ ഈ 4 C's? പ്രോഡക്റ്റിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, കസ്റ്റമറുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രൈസിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, കോസ്റ്റ് ടു സാറ്റിസ്ഫൈ, നമുക്ക് എന്ത് കോസ്റ്റ് എത്രത്തോളം കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാം അതിന് പ്രാധാന്യം കൊടുക്കുക. ഏതെങ്കിലും ഒരു പ്ലേസ് അല്ല പ്രാധാന്യം, കൺവീനിയൻസ് ടു ബൈ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും സാധനം കൊണ്ട് വെച്ചിട്ട് കസ്റ്റമർക്ക് അത് ഓക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കസ്റ്റമർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ പ്ലേസിൽ തന്നെ സാധനം എത്തിക്കണം. ഇന്നത്തെ കാലത്ത് അത് വീടാണ്. ഇന്നത്തെ കാലത്ത് അത് വീട് തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം സാധനം വീട്ടിൽ കിട്ടുന്നതാണ്. ഓക്കെ, പ്രമോഷൻ അല്ല ഇന്നത്തെ കാലത്ത് വേണ്ടത്, കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളിപ്പോൾ മോഹൻലാലിനെയോ മമ്മൂട്ടിയോ ഷാറൂഖ് ഖാനെയോ കൊണ്ടുവന്ന് പരസ്യം ചെയ്തു, ഈ കസ്റ്റമർക്കിടയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം പ്രമോഷൻ അല്ല, അത് കസ്റ്റമറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്താണ് കാര്യം. അപ്പോൾ പുതിയ രീതി എങ്ങനെയാണ്? കസ്റ്റമറുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കുക, കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക, കൺവീനിയൻസ് ടു ബൈ നോക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇങ്ങനെ മാറ്റി. ഇതാണ് പുതിയ മാർക്കറ്റിംഗ് മിക്സ്. പിന്നെ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻറ്റേർണലി നമുക്ക് പ്രോഡക്റ്റ് തീരുമാനിക്കാം, പ്രൈസ് തീരുമാനിക്കാം, പ്ലേസ് തീരുമാനിക്കാം, സെല്ലിംഗ് എക്സ്പീരിയൻസ് എല്ലാം തീരുമാനിക്കാം, പേഴ്സണൽ സെല്ലിങ്സ്, ദെൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് തീരുമാനിക്കാം, മാർക്കറ്റിംഗ് റിസർച്ച്, ഇതെല്ലാം ബിസിനസ്സിനകത്ത് തന്നെ തീരുമാനിക്കാം. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഏതൊക്കെയാണോ? കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, മീഡിയേറ്റർ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, കോമ്പറ്റീറ്റർ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഈ 4 ഓർത്ത് വെച്ചിരുന്നാൽ മതി. കസ്റ്റമർ, മീഡിയേറ്റേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഗവൺമെൻറ്, ഇവരുടെയൊക്കെ ബിഹേവിയർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ഒരു പരിധിക്കപ്പുറം നമുക്കത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് വരുന്ന പോലെ അങ്ങ് ഫേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന കോൺസെപ്റ്റിൽ നോക്കി വെക്കേണ്ടത്. മിക്കവാറും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ എസ്സേ ആയിട്ട് വരും. എസ്സേ വന്നാൽ ഇതെല്ലാം എഴുതുക. 7 P'സും 4 C'സും ഒക്കെ ചോദിക്കുന്നുള്ളെങ്കിലും ഈ ഇമ്പോർട്ടൻസും ഫാക്ടേഴ്സും എല്ലാം എഴുതുക. വളരെ നല്ല ടോപ്പിക്കാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ മനസ്സിലാക്കി വെച്ച് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങ് എഴുതുക. മാർക്കറ്റിംഗ് നിങ്ങൾ കുറേയൊക്കെ എഴുതാൻ പഠിക്കണം കേട്ടോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ തന്നെ അങ്ങ് എഴുതുക കാര്യങ്ങൾ. ഓക്കെ.